friends, എല്ലാവർക്കും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താ നിങ്ങൾക്ക് എൻ്റെ ഈ മുടി കണ്ടിട്ട് തോന്നുന്നുണ്ട് ഇവൾ ഓൾറെഡി സ്ട്രെയിറ്റനിങ് ചെയ്ത് ഹെയർ സ്പാ ചെയ്ത് അല്ലെങ്കിൽ കട്ടിങ് ചെയ്തിട്ട് ഞങ്ങളെ ഇങ്ങനെ കാണിക്കാമെന്ന് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഇതുവരായിട്ട് പാർലറിലോ സ്പായിലോ പോയിട്ട് മുടിക്ക് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന വരെ എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ മുടി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലാസ്റ്റ് വരെ കാണുക. ഈ മാസ്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് തൈര്, പഴം, ലെമൺ ആൻഡ് ഹണി. തൈരിനകത്ത് നമ്മളുടെ മുടിക്ക് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള പവർഡ് പാക്ഡ് ആണ്. അതുപോലെ തന്നെ സ്കാൽപ്പിനുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഇല്ലാതാക്കാനും വരാതിരിക്കാനും കൂടാതെ താരം തീർത്ത് മാറ്റാനും അടിപൊളിയാണ് തൈര്. ഇച്ചിങ്നെസ് ഒരു പരമാവധി വരെ തൈര് കുറയ്ക്കുകയും ചെയ്യും. അതുമാത്രമല്ല വിറ്റമിൻ B5 ആൻഡ് Dയും ധാരാളം ഉള്ളത് കൊണ്ട് തൈര് നമ്മളുടെ മുടിക്ക് സൂപ്പർ എക്സലൻറ്റ് ഫുഡാണ്. തേനാണ് മെയിനായിട്ട് നമ്മളുടെ മുടിയുടെ ആ ഷൈനിങ് ഇങ്ങനെ ആടുമ്പോഴുള്ള ഭംഗിയില്ലേ ലസ്റ്റർ തരുന്നത് അത് തേൻ കൊണ്ടാണ്. തേനിനകത്ത് എമോളൈറ്റ് ആൻഡ് ഹൊമാക്ടൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് മുടിക്ക് മോയ്സ്ചറൈസ് ചെയ്യുന്നു. എമോളൈറ്റ്സ് ഹെയർ ഫോളിക്കിൾസിന് സ്മൂത്ത് ആക്കുകയും കൂടാതെ ഡള്ളായിട്ടുള്ള ഹെയറിനെ ഷൈനി ആക്കുകയും ചെയ്യുന്നു. ഹുമക്റ്റൻ്റ് വാട്ടർ മോളിക്യൂൾസുമായി ബോണ്ട് ചെയ്ത് ക്യൂട്ടിക്കൽസ് ഹെയർസിൻ്റെ ക്യൂട്ടിക്കൽസിൽ ആ ഷൈനിങ് ലോക്ക് ചെയ്ത് നമ്മുടെ മുടീനെ നാച്ചുറലായി മോയ്സ്ചറൈസ് ചെയ്യുന്നു. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത് തേൻ നമ്മളുടെ മുടിയുടെ നാച്ചുറൽ ലസ്റ്റർ റീസ്റ്റോർ ചെയ്യാനാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പഴമാണ്. പഴം നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ തലയോട്ടിക്കും വളരെ നല്ലതാണ്. ഇത് നമ്മളുടെ മുടി മാനേജബിളാക്കി ഷൈനിങ് ആക്കുകയും കൂടാതെ ഡാൻഡ്രഫ് തടയുകയും അതിനെ വരാതെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. പഴത്തിൽ പൊട്ടാസ്യം, നാച്ചുറൽ ഓയിൽ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് വിറ്റമിൻസ് ധാരാളം ഉള്ളതുകൊണ്ട് ഇത് മുടി സോഫ്റ്റ് ആക്കുകയും മുടിയുടെ നാച്ചുറൽ എലാസ്റ്റിസിറ്റി നിലനിർത്തുകയും പിളർന്നിരിക്കുന്ന മുടിയേറ്റം പൊട്ടലും തടയുകയും ചെയ്യുന്നു. ഈ പ്രോബ്ലംസ് ഉള്ളവർ ഈ 4 ഇൻഗ്രീഡിയൻറ്റിൽ പഴം ഒഴിവാക്കാതിരിക്കാൻ നോക്കുക. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ. നാരങ്ങനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാരങ്ങനകത്ത് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് ആരെങ്കിലും ഹെയർ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് നാരങ്ങ നല്ലതാണ്. ഓയിൽ റെഡ്യൂസ് ചെയ്യാൻ ഒത്തിരി നല്ലതാണ് നാരങ്ങ. അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഷൈനിങ് നിലനിർത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കാണാം ഈ ഹെയർ മാസ്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന്. ഈ 4 ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഹെയർ ലെങ്ത് അനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിക്ക് എന്താണ് കുറവ്, ഏത് ഗുണമാണ് നിങ്ങളുടെ മുടിക്ക് ആഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന തൈര് 1 ടേബിൾ സ്പൂണാണ്, തേൻ 2 ടേബിൾ സ്പൂണാണ്, നാരങ്ങ ഹാഫ് നാരങ്ങയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, പഴം ഹാഫാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. പഴം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, പക്ഷേ ഞാൻ കൈ വെച്ചാണ് കുഴച്ചെടുത്തത്. ഇത് മൊത്തം മിക്സ് ചെയ്യുക, സിമ്പിളാണ്. ഇത് മൊത്തം മിക്സ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാമെന്ന് ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം കൂടി മിക്സിയിൽ ഇരുന്ന് അടിച്ച് ഒരു വാട്ടർ ലിക്വിഡ് ഫോമിലാക്കാം. അത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കൈ വെച്ചാണ് ചെയ്യുന്നത്. മാസ്ക് റെഡിയാണ്. ഇത് ഞാൻ എൻ്റെ മുടിയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ മുടി ഒന്ന് ശ്രദ്ധിച്ചു. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള മുടിയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നാലും ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ മുടി എങ്ങനെ ഇരിക്കണേ, ഭയങ്കര ഫ്രിസി ആയിട്ട് ഡള്ളായിട്ട് എവിടെ പിടിക്കണം അത് സ്റ്റഡി ആയിട്ട് മരം പോലെ പോരുക. അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുടി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല ഈ മുടി തന്നെയാണോ ഇതെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട്സിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് കൂടെ തന്നെ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ മുടിയുടെ അറ്റത്ത് വരെ നന്നായിട്ട് കവർ ചെയ്ത് ഇടുക. കാരണം എന്താ, നമ്മൾ പഴം ചേർത്തിട്ടുണ്ട്. സ്പ്ലിറ്റേഴ്സ് പിളർന്ന മുടിയുടെ അറ്റം ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കായുണ്ട്, മുടിക്ക് കായ ഉണ്ടെങ്കിൽ അതും കുറയും. മാസ്ക് അപ്ലൈ ചെയ്ത് അരമണിക്കൂറിന് ശേഷം കഴുകുക. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ചെറു ചൂടും വെള്ളമിട്ട് നന്നായിട്ട് ഷാമ്പു ചെയ്ത് മുടി കഴുകുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാം. ഞാനിവിടെ കണ്ടീഷണർ യൂസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് എൻഡിങ്ങിൽ തണുത്ത വെള്ളം വെച്ച് നിങ്ങളുടെ മുടി കഴുകണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടുവെള്ളം വെച്ച് കഴുകുമ്പോൾ നമ്മുടെ മുടിയുടെ ക്യൂട്ടിക്കൽസ് ഓപ്പൺ ആയിട്ടുള്ള പൊല്യൂഷൻ എല്ലാം റിമൂവ് ആവും. അതുപോലെ തന്നെ തണുത്ത വെള്ളം വെച്ച് കഴുകുമ്പോൾ ആ ക്യൂട്ടിക്കൽസ് ക്ലോസ് ആവും. അപ്പോൾ ക്ലോസ് ആവുകയാണെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആവും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാമ്പു ഇതിവിടെ യൂസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മുടി കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഉണങ്ങി കഴിഞ്ഞു. ഇടയ്ക്ക് ഉള്ളിൽ ഉണങ്ങാനും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം കാണുക. എൻ്റെ മുടി ഒത്തിരി മാനേജബിളായത് സ്ട്രെയിറ്റ് പോലെ എന്ത് എന്നിട്ട് തിളങ്ങുന്നു.
ഞാൻ ചീകിയിട്ടില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ ചീകിയിട്ടില്ല, നിങ്ങളുടെ മുമ്പിൽ ചെയ്യുകയെന്ന് വെച്ച് ഞാൻ അങ്ങനെ തന്നെ പോകുന്നതാണ്. ഇതേ പഴത്തിൻ്റെ ഞാൻ കൈ വെച്ചല്ലായിരുന്നു കുഴച്ചത്, ശരിക്കും മിക്സിയിലാണ് അടിക്കേണ്ടത്. മിക്സിയിൽ ഞാൻ അടിച്ചില്ല, ഞാൻ കൈ വെച്ച് തന്നെ കുഴച്ചു. അപ്പോൾ മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇതേ പഴത്തിൻ്റെ ഇത് ചെറുത് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചീകുമ്പോൾ പൊക്കോളും. അപ്പോൾ ഇത് നിങ്ങളും കൈവച്ച് ആ പഴം കുഴയ്ക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ബക്കറ്റിൽ അത്യാവശ്യം നിറച്ച് വെള്ളം എടുത്തിട്ട് തല കുനിച്ചിട്ട് മുക്കി നന്നായിട്ട് ഇങ്ങനെ കഴുകുകയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഇത് കുറയും. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ പഴത്തിൻ്റെ. വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചീകുമ്പോൾ പോകും, പിന്നെ ഉണങ്ങി കഴിഞ്ഞ് കുടഞ്ഞാൽ മതി, അപ്പോൾ പൊക്കോളും. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാം എൻ്റെ മുടി എന്തൊരു മാനേജബിളായി നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ ന്യൂ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി കാണാം മറ്റൊരു വീഡിയോയിൽ. ബൈ.